ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 1.4ൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 7 മുതലാണ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ 7th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇതിന് തൊട്ട് മുമ്പ് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ എക്സസൈസുകൾ കാണുക, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. 7th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇഫ് എ ഈസ് ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് set of all x such that x is a natural number, b is equal to set of all x such that x is an even natural number, c is equal to set of all x such that x is an odd natural number, and d is equal to set of all x such that x is a prime number. Find a intersection b. അപ്പോൾ ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എ എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്? നാച്ചുറൽ നമ്പേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 1 2 3 എക്സെട്ര ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബി എന്ന് പറയുന്നത് ഈവൻ നാച്ചുറൽ നമ്പർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 2 4 6 8 എക്സെട്ര ഇങ്ങനെ. എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ. അപ്പം 1 3 5 7 ഇങ്ങനെ. അടുത്തത് എക്സ് ഈസ് എ പ്രൈം നമ്പർ. പ്രൈം നമ്പർ ആകുമ്പം 2 3 5 7 11 ഇങ്ങനെ പോകും അല്ലേ. ഫൈൻഡ് എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പം എന്ത് വരും? ഇവിടെ 1 2 3 4 5 ഇങ്ങനെ പോകും അല്ലേ. അപ്പോൾ ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പം എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളതാണ് വരേണ്ടത്. അപ്പോൾ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് എന്തൊക്കെയാണ്? 2 4 6 വരും, 8 വരും അല്ലേ. അപ്പോൾ എന്താണ്? എന്ത് തന്നെ നമുക്ക് കിട്ടും? ബി തന്നെ നമുക്ക് കിട്ടും. അതായത് എയിലും ബിയിലും കൂടെ കോമൺ ആയിട്ട് വരുന്നത് ഇവിടെ ഈവൻ നാച്ചുറൽ നമ്പർ 2 4 6 8 ആണ്. എ നാച്ചുറൽ നമ്പർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ 2 4 6 8 എവിടെ വരുന്നതാണ്? എയിൽ വരുന്നതാണ്. അതായത് ബി എയുടെ സബ്സെറ്റ് ആയിട്ട് വരും ഫസ്റ്റ് വണ്ണിൽ അല്ലേ. അപ്പം ബി എയുടെ സബ്സെറ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് എ ഇൻ്റർസെക്ഷൻ ബി എന്തായിരിക്കും? എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ബി. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ കാണുമ്പോൾ ഡൗട്ട് വരാതിരിക്കാനാണ് ഞാനിവിടെ എക്സാമ്പിളായിട്ട് എഴുതി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ഈവൻ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് 2 4 6 8 ആണ്. അത് നാച്ചുറൽ നമ്പറിനകത്തുള്ളതാണ്. അതുകൊണ്ട് ബി എയുടെ സബ്സെറ്റാണ്. ബി എയുടെ സബ്സെറ്റ് ആയതുകൊണ്ട് എ ഇൻ്റർസെക്ഷൻ ബി എന്തായിരിക്കും? ബി ആയിരിക്കും വരിക. അതായത് എയിലും ബിയിലും കൂടെ കോമൺ ആയിട്ടുള്ളത് ഈവൻ നാച്ചുറൽ നമ്പേഴ്സാണ്, ബി ആണ്. ഓക്കെ. ഇനി അടുത്തത് എ ഇൻ്റർസെക്ഷൻ സി. എ ഇൻ്റർസെക്ഷൻ സി എന്തായിരിക്കും വരിക? ഇത് എ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്, സി എന്ന് പറയുന്നത് ഓഡ് നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ രണ്ടിൻ്റെയും കൂടി ഇൻ്റർസെക്ഷൻ എടുത്താൽ 1 3 5 7 അങ്ങനെ വരും. അതെന്ത് തന്നെയാണ്? സി തന്നെയാണ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് സി തന്നെ വരും. ഇനി എ ഇൻ്റർസെക്ഷൻ ഡി എന്ത് വരും? ഇത് നാച്ചുറൽ നമ്പറും ഇത് പ്രൈം നമ്പറുമാണ്. ഈ പ്രൈം നമ്പേഴ്സ് എല്ലാം നാച്ചുറൽ നമ്പറിലുള്ളതാണ്. അപ്പോൾ ഡി എയുടെ സബ്സെറ്റ് ആണ്. അതുകൊണ്ട് എ ഇൻ്റർസെക്ഷൻ ഡി ഈസ് ഈക്വൽ ടു ഡി എന്ന് നമുക്ക് എഴുതാം. അടുത്തത് ബി ഇൻ്റർസെക്ഷൻ സി. ബി ഇൻ്റർസെക്ഷൻ സി. ബി എന്താണ്? ഈവൻ നാച്ചുറൽ നമ്പറാണ്. സി ഓഡ് നാച്ചുറൽ നമ്പറാണ്. രണ്ടിലും കൂടെ കോമൺ ആയിട്ടൊന്നുമില്ല അല്ലേ, ഇൻ്റർസെക്ഷൻ ഇല്ല. അപ്പോൾ എന്താണ്? ബി ഇൻ്റർസെക്ഷൻ സി നൾ സെറ്റാണ്. അടുത്തത് ബി ഇൻ്റർസെക്ഷൻ ഡി. ബി എന്താണ്? ഈവൻ നാച്ചുറൽ നമ്പർ. ഡി എന്താണ്? പ്രൈം നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്? 2 ഉണ്ട്. 2 എന്ന് പറയുന്നത് ഈവൻ പ്രൈം നമ്പറാണ്. ബാക്കിയെല്ലാം ഓഡ് നമ്പേഴ്സാണ്. പ്രൈം നമ്പർ ബാക്കിയെല്ലാം ഓഡാണ്. ഇവിടെ ഈവൻ നാച്ചുറൽ നമ്പറിലും 2 ഉണ്ട്. അപ്പോൾ രണ്ടിലും കൂടെ കോമൺ ആയിട്ട് ഇവിടെ 2 ഉണ്ട്. അപ്പോൾ ബി ഇൻ്റർസെക്ഷൻ ഡി എന്ത് വരും? സെറ്റ് 2 വരും. 2 ഈസ് ഓൺലി ഈവൻ പ്രൈം നമ്പർ. ഇനി അടുത്തത് സി ഇൻ്റർസെക്ഷൻ ഡി. അപ്പോൾ സി ഇൻ്റർസെക്ഷൻ ഡിയിൽ നമുക്ക് ഡി എഴുതാൻ പറ്റില്ല. കാര്യം എന്താണ്? ഇവിടെ 2 ഉണ്ട്, പക്ഷേ സിയിൽ 2 ഇല്ല. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ സി ഇൻ്റർസെക്ഷൻ ഡി എന്ന് പറയുന്നത് നമുക്ക് എന്തെഴുതാം? ഓഡ് പ്രൈം നമ്പർ എഴുതാം. സി ഇൻ്റർസെക്ഷൻ ഡി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് പ്രൈം നമ്പർ. ഓഡ് പ്രൈം നമ്പർ അല്ലെങ്കിൽ 3 5 7 11 എക്സെട്ര ഇങ്ങനെ എഴുതാം കേട്ടോ.
അപ്പോൾ ശ്രദ്ധിച്ചോണം, ഓഡ് നാച്ചുറൽ നമ്പർ അല്ല, ഓഡ് പ്രൈം നമ്പറാണ് കേട്ടോ, ഓഡ് പ്രൈം നമ്പറാണ്. അപ്പോൾ 3, 5, 7, 11, 13 വരും, 15 വരത്തില്ല. 15 എന്തല്ല, പ്രൈം നമ്പർ അല്ല. അപ്പോൾ ഓഡ് പ്രൈം നമ്പറാണ്, അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതുന്നതായിരിക്കും നല്ലത്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് പ്രൈം നമ്പർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർസ് ഓഫ് സെറ്റ്സ് ആർ ഡിസ്ജോയിൻറ്റ്? ഇവിടെ 3 പെയർ ഓഫ് സെറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഡിസ്ജോയിൻറ്റ് സെറ്റ് ഏതാണ് എന്ന് പറയണം. അപ്പോൾ ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പഠിച്ചു. എന്താണ് ഡിസ്ജോയിൻറ്റ് സെറ്റ്? നൾ സെറ്റ് വരുന്നതിനെയാണ് നമ്മൾ ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അതായത് രണ്ടിലും കൂടെ എന്ത് കാണത്തില്ല, ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ഒന്നും കാണത്തില്ല, നൾ സെറ്റ് ആയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, 1, 2, 3, 4 ആൻഡ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 6. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് വണ്ണിനെ ലെറ്റ് എ ഈസ് ഈക്വൽ ടു എ എന്നെടുക്കാം. 1, 2, 3, 4. അടുത്തതിനെ ഞാൻ ബി എന്നെടുക്കുന്നു. ബി എന്ത് വരും? എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ, 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അപ്പം എക്സ് എന്ന് പറയുന്നത് 4 തൊട്ട് 6 വരെയുള്ളതാണ്. അപ്പോൾ 4, 5, 6. അപ്പോൾ ഡിസ്ജോയിൻ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി എടുത്ത് നോക്കുന്നു. എ ഇൻ്റർസെക്ഷൻ ബി നമുക്കിവിടെ എന്ത് കിട്ടും? രണ്ടിലും കൂടെ കോമൺ ആയിട്ട് 4 ഉണ്ട്. ഇത് നൾ സെറ്റ് അല്ല നമുക്ക് കിട്ടിയത്. നൾ സെറ്റ് ആണെങ്കിലേ എന്താവത്തുള്ളൂ, ഡിസ്ജോയിൻ്റ് ആകത്തുള്ളൂ. ദെയർഫോർ എ ആൻഡ് ബി ആർ നോട്ട് ഡിസ്ജോയിൻറ്റ്. ഇനി അടുത്തത് എ ഇ ഐ ഒ യു സി ഡി ഇ എഫ്. ഇവിടെയോ, ഇവിടെയും നമുക്ക് ഇ കോമൺ ആയിട്ടുണ്ട്. സെറ്റ്സ് ആർ നോട്ട് ഡിസ്ജോയിൻറ്റ്. എന്തുകൊണ്ടാണ്? ഇ ഈസ് എ കോമൺ എലമെൻറ്റ്. ഇ ഈസ് എ കോമൺ എലമെൻറ്റ്. Therefore, sets are not disjoint. അടുത്തത് എക്സ് ഈസ് ആൻ ഈവൻ ഇൻറ്റിജർ. ഇവിടെ എക്സ് ഈസ് ആൻ ഓഡ് ഇൻറ്റിജർ. അപ്പോൾ ഈവൻ ഇൻറ്റിജർ ആണെങ്കിൽ 2, 4, 6, 8 ഇങ്ങനെ വരും. ഓഡ് ആണെങ്കിൽ 1, 3, 5, 7 ഇങ്ങനെ വരും. രണ്ടിലും കൂടെ കോമൺ ആയിട്ട് നമുക്കിവിടെ ഒന്നുമില്ല അല്ലേ? എന്തുകൊണ്ടാണ്? ദർ ഈസ് നോ നാച്ചുറൽ നമ്പർ വിച്ച് ഈസ് ബോത്ത് ഈവൻ ആൻഡ് ഓഡ്. ദെയർഫോർ ദ ഗിവൺ സെറ്റ്സ് ആർ ഡിസ്ജോയിൻറ്റ്. ഇവിടെ നൾ സെറ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തെഴുതാം? ദർ ഈസ് നോ നാച്ചുറൽ നമ്പർ വിച്ച് ഈസ് ബോത്ത് ഈവൻ ആൻഡ് ഓഡ്. ദെയർഫോർ സെറ്റ്സ് ആർ ഡിസ്ജോയിൻറ്റ്. അതുകൊണ്ട് ഈ സെറ്റ് ഡിസ്ജോയിൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി. നമുക്ക് തന്നിരിക്കുന്ന പെയർ എടുക്കുമ്പോൾ നൾ സെറ്റ് ആണോ കിട്ടുന്നതെന്ന് നോക്കുക. നൾ സെറ്റ് ആണേ എങ്കിൽ എന്താണ്? ഡിസ്ജോയിൻ്റ് ആണ്. നൾ സെറ്റ് അല്ലെങ്കിൽ ഡിസ്ജോയിൻ്റ് അല്ല. ഇവിടെ ആദ്യത്തേതിൽ 4 കോമൺ ഉണ്ട്, അതുകൊണ്ട് ഡിസ്ജോയിൻ്റ് അല്ല. ഇവിടെ ഈ കോമൺ ഉണ്ട്, അതുകൊണ്ട് അതും ഡിസ്ജോയിൻ്റ് അല്ല. അടുത്തത് വരുമ്പോൾ ഇവിടെ കോമൺ ആയിട്ടൊന്നും ഇല്ല. ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നൾ സെറ്റ് ആണ്, അതുകൊണ്ട് ഈ സെറ്റ് ഡിസ്ജോയിൻ്റ് ആണ്. ഇനി അടുത്തത് 9th ക്വസ്റ്റ്യൻ. ഇഫ് എ ഈസ് ഈക്വൽ ടു 3, 4, 9, 12, 15, 18, 21, ബി ഈസ് ഈക്വൽ ടു 4, 8, 12, 16, 20, സി ഈസ് ഈക്വൽ ടു 2, 4, 6, 8, 10, 12, 14, 16, ഡി ഈസ് ഈക്വൽ ടു 5, 10, 15, 20, ഫൈൻഡ് എ മൈനസ് ബി. ഇവിടെ സെറ്റുകളുടെ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, എ മൈനസ് ബി എന്ന് വെച്ചാൽ എ എന്ന സെറ്റിൽ നിന്ന് ബിയിലുള്ള എലമെൻസുകളെ മാറ്റി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് എ മൈനസ് ബിയിൽ വരിക. അപ്പോൾ ഇവിടെ എ മൈനസ് ബിയിൽ എന്ത് വരും? നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഓരോന്നിലും വേണ്ട സെറ്റുകളും കൂടെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എയിലും ബിയിലും കൂടെ കോമൺ ആയിട്ടുള്ളത് നോക്കുക. എന്തൊക്കെയുണ്ട്? 4 ഇല്ല, 8 ഇല്ല, 12 കോമൺ ആണ്. പിന്നെന്താ കോമൺ ഉള്ളത്? 12 മാത്രമേ കോമൺ ആയിട്ടുള്ളൂ അല്ലേ? അപ്പോൾ എ മൈനസ് ബിയിൽ എന്തൊക്കെ വരും? ഈ ബിയിലുള്ള എലമെൻറ്റുകളെ മാറ്റിയിട്ട് ബാക്കിയുള്ളത്. അപ്പോൾ 3, 6, 9, 15, 18, 21 വരും. അപ്പോൾ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എന്തൊക്കെ എഴുതാം? 3, 6, 9, 15, 18, 21. ഇനി അടുത്തത് എ മൈനസ് സി.
അപ്പം എയിലും സിയിലും കൂടെ കോമൺ ആയിട്ടുള്ളത്. സിയിലുള്ള ഏതൊക്കെ എലമെൻസുകൾ എയിലുണ്ട് എന്ന് നോക്കുക. 2 ഇല്ല, 4 ഇല്ല, 6 ഉണ്ടല്ലേ. 6 കോമൺ ആണ്. 8 ഇല്ല, 10 ഇല്ല, 12 ഉണ്ട്, 14 ഇല്ല, 16 ഇല്ല. അപ്പോൾ 6ഉം 12ഉം മാത്രമാണ് സിയിലുള്ളത് ഇവിടെ ഉള്ളത്. അപ്പോൾ സിയിലുള്ള ഈ 2 എലമെൻസിനെ മാറ്റിയിട്ട് ബാക്കിയുള്ളത് നമ്മൾ എഴുതുന്നു. അപ്പോൾ എ മൈനസ് സി എന്ത് വരും? 3, 9, 15, 18, 21. ഇനി അടുത്തത് എ മൈനസ് ഡി. അപ്പോൾ ഡിയിലുള്ള ഏതൊക്കെ എലമെൻറ്റ്സ് ഇവിടെ ഉണ്ട്? 5 ഇല്ല, 10 ഇല്ല, 15 ഉണ്ട്, 20 ഇല്ല. അപ്പോൾ എ മൈനസ് ഡി എന്ത് വരും? ഡി മാറ്റിയിട്ട് ബാക്കിയുള്ളത് അല്ലേ? ഏതൊക്കെ വരും? 3 വരും, 6 വരും, 9, 12, 18, 21. 3, 6, 9, 12, 18, 21. ഇനി അടുത്തത് ബി മൈനസ് എ. എയിലുള്ള ഏതൊക്കെ എലമെൻസുകൾ ബിയിലുണ്ട്? 3 ഇല്ല, 6 ഇല്ല, 9 ഇല്ല, 12 ഉണ്ടല്ലേ. പിന്നെ ബാക്കിയുള്ളതൊന്നുമില്ല. അപ്പോൾ ബി മൈനസ് എ എന്ത് വരും? ബിയിൽ നിന്ന് എയിലുള്ള എലമെൻസുകൾ മാറ്റിയിട്ട് ബാക്കിയുള്ളത് 4, 8, 16, 20. അടുത്തത് സി മൈനസ് എ. സി മൈനസ് എയിൽ സിക്കകത്ത് എയിലുള്ള ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ട്? 6 ഉണ്ട്, പിന്നെന്താ ഉള്ളത്? 12 ഉണ്ട്, ബാക്കിയൊന്നുമില്ല. അപ്പോൾ സി മൈനസ് എ എന്ത് വരും? 2 വരും, 4 വരും, 8 വരും, 10 വരും, 14 വരും, 16. അതായത് എയിലെ എലമെൻസുകൾ സിയിലുള്ള ഏതൊക്കെയുണ്ടോ അതിനെയെല്ലാം മാറ്റിയിട്ട് ബാക്കി സിയിലുള്ള എലമെൻസിനെയാണ് നമ്മളിവിടെ എഴുതുന്നത്. 2, 4, 8, 10, 14, 16. ഇനി അടുത്തത് ഡി മൈനസ് എ. ഡിക്കകത്ത് എയിലുള്ള ഏതൊക്കെ എലമെൻസുകളുണ്ട്? 15 ഉണ്ട്. 15 മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഡി മൈനസ് എ എന്ത് വരും? 5, 10, 20. ഡിയിലുള്ള എലമെൻസുകൾ മാത്രമാണ് എഴുതുന്നത്. 5, 10, 20. ഇനി അടുത്തത് ബി മൈനസ് സി. ബിക്കകത്ത് സിയിൽ ഏതെങ്കിലും എലമെൻസുകളുണ്ടോ? 4 ഉണ്ട്, 8 ഉണ്ട്, 12 ഉണ്ട്, 16 ഉണ്ട്. ബാക്കി ബിയിൽ എന്തൊക്കെയുണ്ട്? 20 മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് ബി മൈനസ് ഡി. ബിക്കകത്ത് ഡിയിലെ ഏതൊക്കെ എലമെൻസുകളുണ്ട്? 20 ഉണ്ട്, വേറെ ഒന്നുമില്ല. അപ്പോൾ ബി മൈനസ് ഡി എന്ത് വരും? 4, 8, 12, 16. ഇനി അടുത്തത് സി മൈനസ് ബി. സി മൈനസ് ബിയിൽ സിക്കകത്ത് ബിയിലെ 4 ഉണ്ട്, 8 ഉണ്ട്, 12 ഉണ്ട്, 16 ഉണ്ട്. ബാക്കി സി മൈനസ് ബി. സിക്കകത്ത് ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ട്? 2, 6, 10, 14. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അടുത്തത് ഡി മൈനസ് ബി. ഇവിടെ രണ്ടിലും കോമൺ ആയിട്ട് 20 മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഡി മൈനസ് ബി എന്ത് വരും? 5, 10, 15. ഇനി അടുത്തത് സി മൈനസ് ഡി. സി മൈനസ് ഡിയിലുള്ള ഏതൊക്കെ എലമെൻസുകളുണ്ട്? 10 ഉണ്ട്, 10 മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ സി മൈനസ് ഡി എന്ത് വരും? 2, 4, 6, 8, 12, 14, 16. അടുത്തത് ഡി മൈനസ് സി. ഡി മൈനസ് സിയിലുള്ള ഏതൊക്കെ എലമെൻസുകൾ ഇവിടെയുണ്ട്? 10 ഉണ്ട്, 10 മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കി ഡിയിലുള്ള എലമെൻറ്റ്സ് നമ്മൾ എഴുതുന്നു. ഡി മൈനസ് സി ഈസ് ഈക്വൽ ടു 5, 15, 20. വളരെ സിമ്പിളാണ് അല്ലേ.